അപ്പോൾ എല്ലാവരും തന്നെ അഗ്നിവീർ തസ്തികയുടെ അപേക്ഷ തുടങ്ങിയത് അറിഞ്ഞു കാണും. ഇന്ന് രാവിലെ നമ്മൾ അഗ്നിവീറിൻ്റെ നമ്മുടെ കാലിക്കറ്റ് എയർ അണ്ടറിൽ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തിരുവനന്തപുരം എയറോൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ ചെയ്തിട്ടുള്ള അതായത് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അതിൽ പറയാത്ത കുറച്ചധികം ഇമ്പോർട്ടൻ്റ്, കാരണം 25 മിനിറ്റോളമുള്ള വീഡിയോ ആയിരുന്നു, കുറച്ചും കൂടി ഡീറ്റെയിൽസ് അതിൽ ഉൾപ്പെടുത്താനുണ്ട്. ഡോക്യുമെൻറ്റ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ തന്നിട്ടില്ലായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഓരോ ഭാഗവും കീറി മുറിച്ച് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം എയറോൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ നോട്ടിഫിക്കേഷനിലും അതായത് നമ്മുടെ തിരുവനന്തപുരം ആയാലും കാലിക്കറ്റ് ആയാലും എല്ലാ ഡീറ്റെയിൽസും എലിജിബിലിറ്റിയും എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്ഥലം മാറും. ഇവിടെ തിരുവനന്തപുരം എയറോൻ്റെ അണ്ടറിലും മുൻപ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് കാലിക്കറ്റ് എയറോൻ്റെ അണ്ടറിലും ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ബാക്കി അപേക്ഷിക്കുന്ന ഡേറ്റ്, എക്സാം ഡേറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള വിവരങ്ങൾ, അതിൻ്റെ എലിജിബിലിറ്റി, ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് എല്ലാം സെയിം ആണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 13 ഫെബ്രുവരി 2024 മുതലാണ്. ഏകദേശം 22 മാർച്ച് 2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് 22 ഏപ്രിൽ 2024 നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതും തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ആൻഡ് ഇടുക്കി ഈ ജില്ലകളിൽപ്പെട്ടവർക്കാണ് നമ്മുടെ തിരുവനന്തപുരം എയറോൻ്റെ കീഴിലുള്ള നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ഫേസ് 1 നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ഫേസ് 2 റിക്രൂട്ട്മെൻറ്റ് റാലിയാണ്. ഓട്ടവും ഫിസിക്കലും കാര്യങ്ങളും ഇതൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ മുൻപോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഇനി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, മുൻപ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. ആർമീൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുൻപ് ചെയ്തിട്ടുള്ള കാലിക്കറ്റ് എയറോൻ്റെ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 250 രൂപ ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ GDക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 45% കൂടി ആയിരിക്കണം 10ാം ക്ലാസ് പാസ്സാവേണ്ടത്. അതുപോലെ ഓരോ വിഷയത്തിനും 33% മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് D+ ഉണ്ടെങ്കിൽ 33-ൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കത് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾ മാർക്ക് ഷീറ്റ് എടുക്കുക. അതിൽ 33% D+ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 33 അല്ലെങ്കിൽ അതിൽ കൂടുതലോ D+ന് മാർക്ക് കാണിക്കുകയാണെങ്കിൽ, ശതമാനം കാണിക്കുകയാണെങ്കിൽ, പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10ാം ക്ലാസ് 45% മാർക്ക്, ഓരോ വിഷയത്തിനും 33% മാർക്കുള്ള പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാം. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് എല്ലാ പോസ്റ്റുകൾക്കും സെയിം ആണ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാ പോസ്റ്റുകൾക്കും 17 മുതൽ 21 വയസ്സ് വരെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാറൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അഗ്നിവീർ ടെക്നിക്കലാണ്, +2 ഉണ്ടായിരിക്കണം. സയൻസോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് 50% മാർക്കോട് കൂടി വിജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് 40% ഈച്ച്, അതായത് 40% മാർക്ക് നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ 40% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള, അതായത് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. +2-ൽ സയൻസ് എടുത്തവർക്ക് അപേക്ഷിക്കാം. പെർസെൻറ്റേജിൻ്റെ പ്രശ്നമുള്ളവർക്ക് ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡ് പറയുന്നുണ്ട്. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും 50% മാർക്കും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അവിടെ 40% മാർക്ക് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് സബ്ജക്റ്റിന് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ, ITIയോ ഡിപ്ലോമയോ, ഡിപ്ലോമ 2 വർഷത്തെയോ 3 വർഷത്തെയോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അഗ്നിവീർ ടെക്നിക്കൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഇതിൽ ഏതിൽ പാസ്സായാലും മതി. 60% മാർക്ക് മൊത്തത്തിൽ ഉണ്ടായിരിക്കണം. 50% മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷും മാത്സും അതിലോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലോ അല്ല ബുക്ക് കീപ്പിങ്ങിലോ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും അതിൽ ഇംഗ്ലീഷ്, മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസിന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, എല്ലാ വിഷയത്തിനും 33% മാർക്ക് വേണം. 8th പാസിന് 8ാം ക്ലാസ് പാസ്സായിരിക്കണം, എല്ലാ വിഷയത്തിനും 33% മാർക്ക് വേണം. പിന്നെ 10ാം ക്ലാസ് +2 പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ 2ാം ഘട്ട സെലക്ഷൻ, അതായത് റിക്രൂട്ട്മെന്റ് റാലിക്ക് മുൻഭാഗം അവരുടെ ഡോക്യുമെന്റ്സ് ഹാജരാക്കാനുള്ള ഇതുണ്ടായിരിക്കണം. അതായത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ലഭിക്കുന്ന സമയം ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലിയുടെ സെക്കൻഡ് ഫേസ് നടക്കുന്ന സമയത്തേക്ക് അത് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാണാൻ സാധിക്കും. 1 ഒക്ടോബർ 2003 അതുപോലെ തന്നെ 1 ഏപ്രിൽ 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ്, ചെസ്റ്റ്, നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ചെസ്റ്റും, അതായത് എല്ലാ പോസ്റ്റിനുമുള്ള ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്നിവീർ GDൻ്റെ തന്നെയാണ് എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത്. 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 166 സെൻറ്റിമീറ്റർ ആണ് GDക്ക് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ടെക്നിക്കലിന് 165, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ 10th പാസ്സാണ് ഉദ്ദേശിച്ചത്, 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 8th പാസിന് 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റിലാക്സേഷൻ, ഹൈറ്റിൽ റിലാക്സേഷൻ, അതുപോലെ തന്നെ ഇവിടെ മാർക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മുൻപ് കാലിക്കറ്റ് എയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് പറയാൻ തന്നെ ഏകദേശം എന്തായാലും ഒരു 4-5 മിനിറ്റ് ഇതിനു വേണ്ടി മാത്രം പിടിക്കും, കാരണം അത്ര ഡീപ്പറായിട്ട് പറയാനുള്ളതാണ്. ജസ്റ്റ് താഴെ നിങ്ങൾക്ക് നോക്കാം. NCCൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക്, ബോണസ് മാർക്ക് ലഭിക്കുന്ന കാര്യമാണിത്. അപ്പോൾ അത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് കോമൺ ആയിട്ട് അപേക്ഷിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിന് ലീവ് 30 ദിവസമാണ് ഒരു വർഷം ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ മെഡിക്കൽ ലീവൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സാലറി പാക്കേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യ വർഷത്തിൽ 30,000 രൂപ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 21,000 രൂപ ലഭിക്കും. 9,000 രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കും. അങ്ങനെ ഓരോ വർഷവും നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ 4ാമത്തെ ഇയറിൽ 40,000 ഉണ്ടെങ്കിലും 28,000 നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. 12,000 ഗവൺമെൻറ് പിടിച്ചു വെക്കും. ഇത് പിടിച്ചു വെക്കുന്ന എമൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 4 വർഷം കഴിഞ്ഞ് ഈ സർവീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ച പണവും അതുപോലെ തന്നെ സേവാനിധിയിൽ നിന്ന് ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന പണവും കൂടിയിട്ട് നിങ്ങൾക്കൊരു 10-12 ലക്ഷം രൂപ അങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ തരും. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു എമൗണ്ട് പിടിച്ചു വെക്കുന്നത്. സോ അതാണ് അഗ്നിവീറിൻ്റെ സാലറി പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇൻഷുറൻസ്, ഡെത്ത്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളും, പിന്നെ അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്നിവീറായിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തരും. പിന്നെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് അത് നമ്മൾ പറഞ്ഞതാണ്. അഡ്മിറ്റ് കാർഡ് വരും. അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്നിട്ട് നേരെ ചുരുക്കി പറയുകയാണ്, അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അവിടെ എക്സാം സെൻറ്ററിൽ നിങ്ങൾ പോയിട്ട് അവിടെ ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അവിടെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യും, നിങ്ങളുടെ ഫോട്ടോ എടുക്കും, അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ എടുക്കും. ഇത് പരീക്ഷയിൽ ആൾമാറാട്ടം നടക്കാതിരിക്കാനൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ്. സോ എങ്കിലും ചുരുക്കി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇത്രയധികം കാര്യങ്ങളാണ് എക്സാമിനേഷൻ ടൈമിൽ നടക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഫേസ് 2 ആണ് നമ്മൾ ഇനി പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫേസ് 2 ഒരു ഇതാണ് ഉണ്ടാവുക, ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ പ്രധാനമായിട്ടും നിങ്ങളൊരു നല്ല ക്വാളിറ്റി പേപ്പറിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കണം എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. പിന്നെ 20 കോപ്പി ഫോട്ടോഗ്രാഫിൻ്റെ 20 കോപ്പി എടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. നിങ്ങളുടെ എല്ലാവിധ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അത് ഫേസ് 2 1-ലല്ല, ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോഴാണ്. പിന്നെ 8th പാസ് സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ ട്രേഡ്സ്മാൻ 8th പാസിന് അപേക്ഷിക്കുന്നവരാണ് അത് ഹാജരാക്കേണ്ടത്. പിന്നെ ഡൊമിസൈൽ, എവിടെയാണ് താമസിക്കുന്നത്, ഇപ്പം ട്രിവാൻഡ്രത്തിൻ്റെ അണ്ടറിൽ തന്നെയാണോ നിങ്ങൾ താമസിക്കുന്നത്, ആ ഒരു റാലി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിലീജിയൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്, റിലീജിയൻ നിങ്ങളുടെ മതം ഏതാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അത് സ്കൂളിൽ പോയാൽ ലഭിക്കുന്നതാണ്. പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അത് വില്ലേജിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവിടെ നിന്നൊക്കെ വാങ്ങേണ്ടതാണ്. 6 മാസത്തെ വാലിഡിറ്റിയെ ഇതിനൊക്കെ ഉള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ അൺമേരീഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നൊക്കെ ലഭിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു പഞ്ചായത്ത് ഇവിടെ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജ് റിലാക്സേഷൻ, ഏജ് അല്ല, നമുക്ക് മാർക്കൊക്കെ ആഡ് ചെയ്ത് തരും.
പട്ടാളക്കാരൻ്റെ മക്കളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 20 മാർക്ക് അഡീഷണൽ ആയിട്ട് എക്സാമിനും അവിടേക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ലഭിക്കാൻ, അതായത് ഈ ഒരു സെലക്ഷൻ എൻ്റെ ഒരു സെലക്ഷനിൽ നമുക്ക് 20 മാർക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അതെല്ലാവരും ഹാജരാക്കേണ്ട കാര്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ NCC സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉള്ളവർ ഹാജരാക്കിയാൽ മതി. പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അഫിഡവിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു മുദ്ര പേപ്പറിൽ ഒരു 10 രൂപേൻ്റെ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കുന്നതാണ് അഫിഡവിറ്റ്. അതിൻ്റെയൊക്കെ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അഫിഡവിറ്റ് വേണം. അതുപോലെ തന്നെ അഫിഡവിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു നോട്ടറി വക്കീലിനെ സമീപിച്ചാൽ മതിയാവുന്നതാണ്. അഫിഡവിറ്റ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ബോണസ് മാർക്ക് നിങ്ങൾ അർഹനാണെങ്കിൽ, അത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ബോണസ് മാർക്കിന് നിങ്ങൾ അർഹനാണെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് ഇത് ആവശ്യമാണ്. പാൻ കാർഡ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ പാൻ കാർഡും കാര്യങ്ങളൊക്കെ വേണം. പിന്നീട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. PCC ആണ്, അത് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിഡൻറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് സർപഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ഡൊമിസൈൽ, അതായത് നമ്മളവിടെ സ്ഥിരതാമസക്കാരൻ, റെസിഡൻറ്റ്, നമ്മൾ അവിടെ താമസിക്കുന്നുവെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളാണ്. അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. മറ്റ് വിവിധ ഡോക്യുമെൻറ്റ്സിൽ അത് ഉണ്ടാവുന്നതാണ്. എനിവേ ടാറ്റുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ബിലോങ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റി ഫ്രം ട്രൈബൽ ഏരിയാസ് ആർ പെർമിറ്റഡ് ടു ഹാവ് പെർമനൻറ്റ് ബോഡി ടാറ്റു. ട്രൈബൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗോത്ര വിഭാഗം അവർക്കെല്ലാം ഈ ഒരു ടാറ്റു എന്ന് പറയുന്നത് അവരുടെ ഒരു ആചാരത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കും അവരുടെ അലോ ചെയ്യുന്നുണ്ട്. എനിവേ അതിൽ നിന്ന് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ റാലിയിലേക്ക് നിങ്ങൾ എൻ്റർ ആകുമ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിർബന്ധമാണ്. നമ്മളിപ്പോൾ ഒരുപാട് 20 ഫോട്ടോ കോപ്പി മുതൽ ഇവിടെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് വരെയുള്ള കാര്യങ്ങൾ, അഡ്മിറ്റ് കാർഡ് മുതൽ പാൻ കാർഡ്, ആധാർ കാർഡ് വരെയുള്ള കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റാലി സമയത്തേക്ക് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അന്നേരം ഒന്ന് ചെയ്തിടാം. അപ്പോൾ ഇവിടെ 9ാമത്തെ പേജിൽ ഇപ്പം നിങ്ങൾ എക്സാമിൻ്റെ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തായാലും റാലി ഇല്ല എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലിയിലേക്ക് എൻ്റർ ആകുന്ന സമയത്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ റാലി സൈറ്റിലേക്ക് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോട്ടിഫിക്കേഷനിൽ. ദെൻ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അറ്റ് റാലി സൈറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. 1600 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം. അതിന് 60 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഗ്രൂപ്പ് 1 എന്നതിനെ പറയും. പുള്ളപ്പ് ഉണ്ട് 10 എണ്ണം, അതിന് 40 മാർക്ക് ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഗ്രൂപ്പ് 2ലേക്കുള്ള ഓട്ടം നോക്കുകയാണെങ്കിൽ, അതായത് 1600 മീറ്റർ ഓട്ടം നിങ്ങൾ ഏകദേശം 5 മിനിറ്റ് 31 സെക്കൻഡിൻ്റെ ശേഷവും 45 സെക്കൻഡിൻ്റെ ഉള്ളിലും വന്ന 48 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഓട്ടത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്. പിന്നെ പുള്ളപ്പിൻ്റെ ഒരു കാര്യം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, 10 എടുത്താൽ 40 മാർക്ക് കിട്ടും, 9 എടുത്താൽ 33, അങ്ങനെ 6 എണ്ണം എടുത്താൽ 16. അപ്പോൾ മിനിമം 6 എണ്ണമെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മിനിമം ഈ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 5 മിനിറ്റ് 45 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഓടിക്കയറണം, അല്ല ഡിസ്ക്വാളിഫൈ ചെയ്യും. പിന്നെ 9 ഫീറ്റിൻ്റെ ഡിച്ച് ചാടിക്കിടക്കണം. അതുപോലെ തന്നെ സിക്സാക്ക് ബാലൻസ്, അത് തെറ്റിയാലും പ്രശ്നമൊന്നും വരുന്നില്ല. വീണ്ടും ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. കാരണം അതിന് മാർക്കിങ്ങോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈയോ അവിടെ ഒന്നും വരുന്നതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഫിസിക്കലിൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഫുൾ ബോഡി നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അഡീഷണൽ ആയിട്ട് പറയുന്നില്ല. സോ ഇത്രയധികം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു റാലിയിൽ ഇപ്പോൾ, അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മുൻപ് ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ്, അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കീറി മുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം 10ാം ക്ലാസ് ആണ് യോഗ്യത എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഇത്ര പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം 18 വയസ്സുള്ളവർക്കല്ലേ ലൈസൻസ് കിട്ടും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഡിസേബിൾ ആയിട്ടുള്ള യോഗ്യത, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വ്യക്തമായിട്ട് മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. ആദ്യമായിട്ട് അഗ്നിവീറിന് പോകുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം വരികയാണെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി. ഇപ്പം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം ഇത് വളരെ സ്പീഡിലാണ് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. മുൻപ് ചെയ്ത വീഡിയോയിൽ വളരെ ഡീപ്പറായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം തൊട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും.